ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യയാണെന്ന് തോന്നുന്ന പല കേസുകളും സേതുരാമയ്യർ CBI എന്ന കഥാപാത്രം നിസ്സാരമായി കൊലപാതകമാണെന്ന് തെളിയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യരുടെ ഈ ഒരു കഴിവിന് പിന്നിലുള്ള സീക്രട്ട് എന്താണ്? അത് വെറും ഇൻ്റലിജൻസ് മാത്രമല്ല, മറിച്ച് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് കൂടിയാണ്. ഫേക്ക് വാട്സപ്പ് ന്യൂസുകൾ ഉൾപ്പെടെയുള്ള ഈ ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സ്കില്ലാണത്. അയ്യരെ പോലെ ഒരു മികച്ച ഇൻവെസ്റ്റിഗേറ്റർ ആവാനും ലൈഫിൽ ശരിയായ ഡിസിഷൻസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ആ സ്കില്ലിൻ്റെ പേരാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. 3 കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്: ക്യൂരിയോസിറ്റി, സ്കെപ്റ്റിസിസം ആൻഡ് ഹ്യൂമിലിറ്റി. ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മുൻവിധികളില്ലാതെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പാഷനാണ്. സേതുരാമയ്യർ ഒരു ക്രൈം സീനിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതാണ്. അതൊരു ആത്മഹത്യയാണെന്ന് ലോക്കൽ പോലീസ് ഉറപ്പിച്ച് പറയുമ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാനും, അല്ലെങ്കിൽ അത് സൂയിസൈഡ് ആണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയാണ് ക്യൂരിയോസിറ്റി. രണ്ടാമത്തെ കാര്യം സ്കെപ്റ്റിസിസാണ്, അഥവാ ഡൗട്ട്ഫുള്ളായിട്ട് കേൾക്കുന്ന കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ച് ഇതെല്ലാത്തിനെയും പുച്ഛിച്ച് തള്ളുക എന്നുള്ളതല്ല, മറിച്ച് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുമ്പോൾ തന്നെ എന്തിനേയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ എവിഡൻസ്, അല്ലെങ്കിൽ ഹൗ ഡു യു നോ എന്നൊക്കെ ചോദിക്കാൻ അയ്യരെ പ്രേരിപ്പിക്കുന്നത് ഈ സ്കെപ്റ്റിസിസാണ്. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഫേക്ക് ഫോർവേഡ് മെസ്സേജുകളിലെ തട്ടിപ്പുകളും അതുപോലെ നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്ന മറ്റ് പല ന്യൂസുകളുടെയും റിയാലിറ്റിയും ഫാൻറ്റസിയും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമിലിറ്റി, വിനയം. മനുഷ്യരെന്ന നിലയിൽ നമുക്കും തെറ്റുപറ്റാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പുതിയ ഐഡിയാസിനോട് തുറന്ന മനസ്സ് കാണിക്കാനുള്ള തിരിച്ചറിവാണിത്. സ്വന്തം അഭിപ്രായങ്ങളെക്കാൾ എവിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി. സൈക്കോളജിയിൽ ദ റാറ്റ് ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയാറുണ്ട്. അതായത് പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ തൻ്റെ ആദ്യത്തെ നിഗമനങ്ങൾ മാറ്റാൻ സേതുരാമയ്യർ തയ്യാറാകുന്നത് പോലെ നമ്മുടെ തിയറി അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്തു തന്നെയായാലും തെളിവുകൾ അതിനെതിരാകുമ്പോൾ കാഴ്ചപ്പാട് മാറ്റാനുള്ള വിനയമാണ് ഹ്യൂമിലിറ്റി. ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി, സ്കെപ്റ്റിസിസം, ഹ്യൂമിലിറ്റി, ഇത് 3 ചേരുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തുന്നത്. തെളിവെന്താണ് എന്ന് ചോദിക്കുന്നിടത്താണ് സയൻസ് നിലനിൽക്കുന്നത്. ശരിക്കും നിങ്ങളൊരു ഓപ്പൺ മൈൻഡഡായ, സ്കെപ്റ്റിക്കലായ, അതുപോലെ സ്വന്തം തെറ്റുകൾ തിരുത്താൻ ഹ്യൂമിലിറ്റിയുള്ള ഒരാളാണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ്സ്.